വിശുദ്ധ ഭാരതത്തിന് പ്രാർത്ഥനാ നിർഭരമായി തുടക്കം കുറിച്ച് ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദർശനമടക്കം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവത്തിന്റെ ആത്മീയ യാത്രയിലാണ് വിശ്വാസികൾ. സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് യാത്ര ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളുടെ ദേവാലയ സന്ദർശനം പതിവാണെങ്കിലും വന്യജീവി പ്രശ്നമടക്കം രാഷ്ട്രീയമാണ് ഉയരുന്ന പ്രധാന ചോദ്യം. തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം നിർണായകമാകുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാനായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഓട്ടപ്രദക്ഷിണം. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലും ശശി തരൂർ സന്ദർശിച്ചു. കാക്കാമൂല CSI ദേവാലയത്തിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ സന്ദർശനം. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും വിവിധ ദേവാലയങ്ങളിൽ ഓശാന ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ലത്തീൻ പള്ളിയിലെ ഓശാന പെരുന്നാൾ ചടങ്ങിലാണ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പങ്കെടുത്തത്. പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്കൊപ്പം നടന്നു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അതിരമ്പുഴ പള്ളിയിലും LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ SH മൗണ്ടിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിലും എത്തി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും കുടുംബവും ഓശാന ചടങ്ങിന്റെ ഭാഗമായി. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പശുകടവ് സെന്റ് തെരേസ പള്ളിയിലും മരുതോങ്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയവും സന്ദർശിച്ചു. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്ന ഇടുക്കി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയിൽ നിന്നുമാണ് പ്രചാരണം തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോസ്, മാതൃഭൂമി ന്യൂസ്.